അവരതിങ്ങനെ ഇന്നിതാ ചില ആളുകൾ ഇങ്ങനെ മുറിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ മുറിച്ചു കൊടുക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി അവിടുന്നതാ ഹജ്ജത്തിൽ അതായിൽ വെച്ച് വിതരണം ചെയ്തപ്പോ ലക്ഷങ്ങൾ വരുന്ന സഹാബിമാർക്ക് കിട്ടിയ 1-2 മുടിയിഴകൾ, അതാ അത്തരത്തിലുള്ള മുടിയിഴകൾ അവര് സൂക്ഷിച്ചു. പലരും അത് അവരുടെ കഫൻ കുടവയിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ലോകത്ത് നിന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഒരു വസ്തുക്കളും പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് അതാ നിസ്സംശയം പറയാവുന്ന ഒരു വസ്തുവും ലോകത്തില്ല. ഉണ്ടെന്ന് ശരിയായ സനദിലൂടെ തെളിയിക്കാൻ ഒരാൾക്കും സാധ്യവുമല്ല. ചിലര് പറയുന്നു ഞങ്ങളുടെ കയ്യിലുള്ള മുടിക്ക് സനതുണ്ട്. എവിടെയാണോ സനത്? എന്ത് സനതാണ്? ഒരു കുടുംബത്തിന്റെ സനത് പറഞ്ഞാൽ മതിയോ? നബിതങ്ങൾ ആരെ ഏൽപ്പിച്ചോ അയാള് മറ്റേയാളെ ഏൽപ്പിച്ചു. ഇങ്ങനെ മുടി ഏൽപ്പിച്ച സനത് വേണം. ആ നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അതാ കൃത്യമായി വിശ്വാസയോഗ്യരായ ആളുകളിലൂടെ വന്ന് കിട്ടിയ നിലക്കെന്ന് പറയാവുന്ന മുടിയോ, അവിടുത്തെ തലപ്പാവോ, അവിടുത്തെ ചെരിപ്പോ, അവിടുത്തെ വാളോ, അവിടുത്തെ മോതിരമോ, മറ്റേതെങ്കിലും തിരുശേഷിപ്പുകളോ ഇന്ന് ലോകത്തില്ല. അത് ശരിയായ നിലക്ക് സ്ഥാപിക്കാനൊട്ട് സാധ്യവുമല്ലാത്തത്ര സങ്കീർണമായ നിലക്ക് അത്രത്തോളം അതിന്റെ പേരിൽ കള്ളവാദങ്ങൾ ഉണ്ടെന്ന് ഇതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരവരുടെ കിതാബുകളിൽ എഴുതിവിട്ടില്ലേ. സ്വന്തം രോമം എടുത്തു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളത്തിൽ മുക്കിക്കൊടുത്താൽ സമ്മേളനം വിജയിക്കും. റസൂലുള്ളാഹിന്റെ മുടിയാവോ? എന്താ ഈ ചെയ്യുന്ന പ്രവർത്തനം? അതിന്റെ സനത് ചോദിച്ചിട്ട് ഇതുവരെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു. നമുക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവൻ കൊടുത്താൽ അത് കിട്ടുവോ? കിട്ടൂലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവൻ കൊടുത്താൽ അത് കിട്ടുവോ? കിട്ടൂലല്ലോ. ഒരാളും അത് കൊടുക്കൂലല്ലോ. അത്രയും പുണ്യമായി മുസ്ലിം ലോകം കണക്കാക്കുന്ന ഒരു സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ മുടിയാണെന്നും പറഞ്ഞിട്ട്, നബി തങ്ങളുടെ മുടിയാണെന്നും പറഞ്ഞിട്ട് കള്ളച്ചരക്ക് വിൽപ്പന നടത്തുന്നു, കള്ളമുടിയിട്ട വെള്ളം കുടിപ്പിക്കുന്നു, കള്ളമുടി പ്രദർശനത്തിന് 40 കോടിയുടെ കെട്ടിടമുണ്ടാക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് നബിതങ്ങളെ അവഹേളിക്കലാണ്. ഇത് നബിതങ്ങളെ അവഹേളിക്കലാണ്. മാത്രമല്ല വേറെ എന്തൊക്കെ വിശ്വാസം ഇവരിതിന്റെ പേരിൽ പറയുന്നുണ്ട്. നബിതങ്ങൾ അതാ ശൈഖ് അബൂബക്കറിന് കൊടുക്കാൻ ഏൽപ്പിച്ചതാണത്രേ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടത്രേ അബൂബക്കറിന് കൊടുക്കണം ഈ മുടി. ഏത് അബൂബക്കർ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിമീങ്ങളുടെ നേതാവിനല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ട് അള്ള പറഞ്ഞ ആശയത്തിന് എതിര് പറയുന്ന ഒരു വ്യാജനായ അബൂബക്കർ ഉണ്ട് ഇവിടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയാ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ അബൂബക്കറിന് കൊടുക്കണമെന്ന് അതാ നബിതങ്ങൾ പറഞ്ഞു പോലും. എന്താണ് കാന്തപുരത്തെ അള്ളാന്റെ റസൂല് തൃപ്തിപ്പെട്ടു എന്നതിന് തെളിവാണ് പോലും. മർക്കസിന് അംഗീകാരം കിട്ടി പോലും, റസൂലിന്റെ അംഗീകാരം കിട്ടി പോലും. എന്തൊക്കെ നുണകളാ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ആളുടെ കയ്യിലുള്ള മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയല്ല എന്നതിന് ഇതിലപ്പുറം തെളിവ് വേണോ? കാരണം മൂപ്പര കയ്യിരിപ്പ് പരിശോധിച്ചാൽ മതി. ഈ അബൂബക്കറിന്റെ കയ്യിരിപ്പ് പരിശോധിച്ചാൽ മതി. ഇയാൾ ആരാ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന ആയത്താളാണ്.
നിങ്ങൾക്കറിയില്ലേ, കൊട്ടപ്പുറത്ത് വെച്ച് ചോദിച്ചു, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് സലഫികൾ ചോദിച്ചപ്പോൾ ഈ മുസ്ലിയാർ അപ്പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട്. നേരത്തെ പറഞ്ഞ ആയത്തുണ്ട്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്തോതിയിട്ട് അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സർവ്വ അമ്പിയാക്കളെയും വിളിക്കാൻ പറഞ്ഞതാണെന്ന കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞ ഈ മനുഷ്യനെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചുവെന്നോ ആദരിച്ച് മുടി കൊടുത്തുവെന്നോ ആ സ്ഥാപനത്തിന് അംഗീകാരം കൊടുത്തുവെന്നോ ഒരൊറ്റ മനുഷ്യനെയും വിശ്വസിക്കാൻ കിട്ടൂല. വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോ. ലോകത്താരുടെ പേരിലും ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. ഏത് പേരിൽ? ഇയാളുടെ പേരിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പേര് തന്നെ എന്താണ്? കാന്തപുരത്തിന്റെ തിരഞ്ഞെടുത്ത നുണകൾ. കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെയുണ്ട്. അത്രത്തോളം കെദ്ദാബാണ്, അത്രത്തോളം നുണ പറയുന്നയാളാണ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ഫത്വകൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരൊരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഇല്ല, ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകൾ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. നുണ പറയുന്നയാളെ അല്ലാഹുവിന്റെ റസൂല് തൃപ്തിപ്പെട്ടുവെന്നോ മാത്രമല്ല, പരിശുദ്ധമായ കരങ്ങളിൽ അല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയെത്തൂല. ഇയാൾക്ക് യാതൊരു ജീവിത വിശുദ്ധിയുമില്ല എന്ന്